ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഞാൻ നേരെ എണീറ്റ് വന്നത് അടുക്കളയിലേക്കാണ്. ഇവിടെ നല്ല അടിപൊളി സൺലൈറ്റ് കിട്ടും. നല്ല സൂപ്പർ സൺലൈറ്റാണ് ഞങ്ങളുടെ അടുക്കളയിൽ കിട്ടുന്നത്. നേരെ എണീറ്റ് വന്നതിൻ്റെ കാരണം എന്തൊക്കെയുണ്ട് രാവിലെ തന്നെ തിന്നാന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എണീറ്റ് വന്ന് ആദ്യം തന്നെ ദാഹിച്ചപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചു ഞാൻ. അങ്ങനെ വെള്ളം കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായയാണ് കുടിച്ചത്. അമ്മ രാവിലെ ചായ ഉണ്ടാക്കിയിട്ട് പോയി. പിന്നെ ഞാൻ ഇപ്പോഴാണ് എണീക്കണതെന്ന് വെച്ചാൽ ആ ടൈമിൽ ചായ എടുത്ത് ചൂടാക്കിയിട്ടാണ് ഞാൻ കുടിക്കാറുള്ളത്. നല്ല അടിപൊളി സൺലൈറ്റാണ്. ഞാൻ കണ്ടത് നല്ല സൺ കിസ്ഡ് ഗോൾഡൻ സ്കിന്നൊക്കെ ആയിരിക്കും ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ. പക്ഷെ ഞാൻ പല്ലൊന്നും തേക്കാണ്ട് കണ്ണ് പോലും മര്യാദക്ക് മുഖം പോലും കഴുകാണ്ട് ആണ് ഞാൻ ഈ വന്ന് നിൽക്കുന്നത്. പക്ഷേ സ്കിൻ നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. ചായ ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിലെടുത്തുകൊണ്ട് അതെനിക്ക് പിടിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ഒരു കപ്പിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചായ കുടിച്ചത്. അങ്ങനെ നേരെ ചായയുമായിട്ട് ഞാൻ നേരെ പുറത്ത് പോയാണ് എപ്പോഴും ഇരിക്കാറുള്ളത്. പുറത്തെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ പുറകിൽ അവിടെ ഒരു മാവുണ്ട്. പിന്നെ സ്റ്റെപ്പ് മുകളിലേക്ക് കയറുന്ന സ്റ്റെപ്പിൻ്റെ ഒരു സ്ഥലമാണിത്. ഇവിടെ ഞങ്ങളുടെ മാവ് അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല പുളിയുള്ള അച്ചാറിനൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി മാങ്ങയാണിത്. അങ്ങനെ ഞാനിത് പഴുത്തധികം കഴിച്ചിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് പഴുപ്പിച്ച് കഴിച്ചാൽ. പക്ഷേ പഴുക്കാൻ ഞങ്ങൾ അനുവദിക്കാറില്ല. മിക്ക ദിവസം തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാനെപ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. എന്തിനാണ് ഇത്ര ഓവർ എക്സ്പ്രഷൻ ഇടുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. കുറേ കിളിയുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കാം. എങ്ങോട്ടാണ് ഈ ജീവിതത്തിൻ്റെ പോക്ക്? അതാണ് എൻ്റെ മെയിൻ ആലോചന. ഒരു 6-7 മാസം മുമ്പായിരുന്നെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് നേരെ ഫുഡൊക്കെ അടിച്ചിട്ട് ചിലപ്പോൾ ഫുഡ് അടിക്കുന്നതിന് മുമ്പ് വരെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അമ്മാൻ്റെ വീട്ടിലേക്ക് പോകും. ഞങ്ങൾ ബാക്കി സൊറപറച്ചിലും കറക്കവും എല്ലാം അവിടെയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അമ്മാൻ്റെ കാനഡയിൽ പോയി. അങ്ങനെ ഞാൻ ഇങ്ങനെ ശോകമായിട്ടിരുന്ന് അങ്ങനെ താഴത്തേക്ക് വന്നപ്പോഴാണ് അമ്മായി എന്നോട് മുഖത്ത് തേക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും നോക്കിയില്ല. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ ക്രീമൊക്കെ എടുത്ത് കൊടുത്തു. പുള്ളിക്കാരി ഇങ്ങനെ മുഖത്തൊക്കെ എന്താണെന്ന് പോലും അറിയാണ്ട് എന്തൊക്കെയോ വരത്തേക്കാറുണ്ട്. പിന്നെ ഇച്ചിരി എപ്പോഴും മുടിയൊക്കെ കെട്ടി നല്ല സുന്ദരിയായിട്ടാണ് വീട്ടിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ക്രീമൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ അമ്മായി അതൊക്കെ എടുത്ത് തേച്ച് ഇങ്ങനെ സുന്ദരിയായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് അമ്മായി ഒരു സുന്ദരിയാണെന്നാണ് അമ്മായി അവകാശപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു അതൊരു സത്യമായിരുന്നെന്ന്. കാരണം ഇപ്പോഴും ഒത്തിരി മുടിയൊക്കെ ഉണ്ട്. ഇങ്ങനെ നല്ല എപ്പോഴും തേച്ചൊരുങ്ങി വൃത്തി ഉജാലയൊക്കെ മുക്കി വൃത്തിക്കൊക്കെയാണ് ഇങ്ങനെ നടക്കുന്നത്. അമ്മായിക്ക് കുറേ മുടിയുണ്ടായിരുന്നു. ഞാനാണ് മുടി വെട്ടി കുളവാക്കിയത്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും എനിക്ക് തന്നെയാണ് കിട്ടുന്നത്. അങ്ങനെ കുറേ നേരം അവിടെ വായി നോക്കിയൊക്കെ നിന്നതിന് പിന്നെ ഞാൻ നേരെ കുളിക്കാനാണ് പോയത്. ഇതിങ്ങനെ എല്ലാം കാണിച്ച് ഞാൻ ഷോ കാണിക്കണമെന്ന് വിചാരിക്കണേ, ചുമ്മാ വീഡിയോ ഒക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഇച്ചിരി ആർഭാടമൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതി ഇങ്ങനെ എടുക്കാൻ ശ്രമിച്ചതാണ്. ഇതൊന്നും ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല. എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ്. എൻ്റെ ഫ്രണ്ട് സിയ എനിക്ക് തന്നതാണ് ഈ വിക്ടോറിയ സീക്രട്ടിൻ്റെ ബോഡി വാഷും ലോറിയലിൻ്റെ ഷാമ്പു. അങ്ങനെ അതൊക്കെ ഇട്ട് കുളിച്ചിട്ട് ഞാൻ നേരെ പള്ളിയിലേക്ക് പോകാൻ റെഡിയായി. കുറച്ച് കൺമഷിയും കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ വരുത്തേച്ച് പൊട്ടൊക്കെ തൊട്ടൊരു പള്ളി പെരുന്നാളിന് 20 രൂപയ്ക്ക് 30 രൂപയ്ക്ക് എന്തോ മേടിച്ച കമ്മലാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ള കമ്മലാണ്. അങ്ങനെ കമ്മലൊക്കെ ഇട്ട് ഷോളൊക്കെ ഇട്ട് ഞാൻ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇത് പള്ളിയിലേക്ക് പോണ വഴിയാണ്. ഇതാണ് ഞങ്ങളുടെ പള്ളി. കുർബാന തീരാറായപ്പോഴാണ് എത്തിയത്. അത് വേറെ കാര്യം. എത്തിയത് കുർബാന തീർന്നപ്പോഴാണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തില്ല. എല്ലാവരും മുന്നിൽ നിന്ന് പോയി ഹോളിലെത്തി. അങ്ങനെ എല്ലാം വായി നോക്കി ഇന്ന് ഫുഡ് വിളമ്പാൻ തുടങ്ങിയത് ഞങ്ങളെല്ലാവരും പോയി ഫുഡ് മേടിച്ച് കഴിച്ചു. നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ നടന്നു വന്നൊരു സീൻ എടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ എടുത്തു വന്നപ്പോൾ ഇങ്ങനെ പോയി. ഇനി എൻ്റെ ബാഗും കൂടി ഉണ്ട്. അതാണ് അടിപൊളി. എൻ്റെ പിൻ നമ്പറും കൂടി കാണിച്ചു തരാം. എൻ്റെ ഈ നടത്തം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും വൃത്തികേടായിട്ടാണ് ഞാൻ നടക്കണതെന്ന്. എന്നോട് എല്ലാവരും പറയും ഞാൻ നടക്കണത് ഭയങ്കര ബോറായിട്ടാണ് നടക്കണത്, ആണുങ്ങൾ പോലെ നടക്കണമെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ എനിക്കപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധമില്ല. ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തൊരു വൃത്തികേടായിട്ടാണ് നടക്കണതെന്ന്. പക്ഷേ അതെനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നടന്ന് വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരു പഴം അവിടെ ഇരിക്കണം കണ്ടോ. ഒന്നും നോക്കില്ല, ഞാൻ അവനെ അങ്ങോട്ട് വെട്ടിപ്പൊരിച്ച് അങ്ങോട്ട് ഒറ്റക്ക് തിന്ന്. ഒരു പഴം ഉണ്ടായുള്ളൂ, അതുകൊണ്ട് 4 പഴംപൊരി കിട്ടി. അത് ഞാൻ കഴിച്ചു. ആക്രാന്തം പിടിച്ച് തിന്നപ്പോൾ അണ്ണാക്ക് പൊള്ളി. അതൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് എല്ലാവരും കൂടി ചായ കുടിക്കാൻ പോകാൻ വേണ്ടി ചാലിൽ പോകാൻ വിചാരിച്ചു. ചാലെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു സ്ഥലമല്ല, ഒരു ഹോട്ടൽ ആ ഒരു സംഭവമാണ്. ഇവിടെ നിന്ന് ചെല്ലാനം വഴി എഴുപിന്നെ പോണ വഴി നീണ്ടകര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഈ ഡ്രസ്സാണ് ഞാൻ ഇട്ടത്. എന്നെ കാണാൻ തടിച്ച് കൊഴുത്ത് നല്ല വൃത്തികേടായിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല. പൂർവാധികം കോൺഫിഡൻസോടെ ഒരു റെഡ് ലിപ്സ്റ്റിക്കൊക്കെ വാരിത്തേച്ച് ആണ് ഞാൻ പോയത്. പിന്നെ എന്തോ കുറവുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് കുറച്ച് ഫൗണ്ടേഷനും കൂടി വാരിത്തേച്ചത്. കാരണം ഇത് ഞാൻ മേടിച്ച് വെച്ചിട്ട് കുറേ നാളാണ്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട്. ഞാൻ ഫൗണ്ടേഷൻ എപ്പോഴും ഇടാറില്ല. പക്ഷെ ഞാൻ ഇന്നിട്ട് വെറുതെ ഇടുന്ന എക്സ്പയർ കഴിഞ്ഞ് പോകണമെങ്കിലും ഇതല്ലേ കുറച്ചെടുത്ത് വാരിത്തേച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ പുറകിൽ കാണുന്നതാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു വഴി കൂടി കയറി അങ്ങനെ കുറേ ഇടവഴികൾ കയറിയാലേ വീട്ടിലെത്താൻ പറ്റുള്ളൂ. കുറേയൊന്നുമില്ല, കുറച്ചങ്ങനെ ഞാൻ ഗ്രീറ്റിനായിട്ട് പിന്നെ ലിതിയനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് ഗ്രീറ്റി. അങ്ങനെ ഞങ്ങൾ ചെല്ലാനം ബസാറിൽ നിന്ന് യാത്ര തുടങ്ങി ഗൈസ്. ഈ അവസരത്തിൽ ഞാൻ അമാൻറ്റേനെയാണ് സ്മരിക്കുന്നത്. കാരണം ഞാനും അമാൻറ്റയും കൂടിയാണ് എപ്പോഴും എല്ലായിടത്തും പോകുന്നത്. പക്ഷെ ഇപ്പം അമാൻറ്റ ഇല്ല. ഈ പള്ളിയിലാണ് ഞാൻ കുറച്ച് മുമ്പ് കുർബാന തീരാറായപ്പോൾ വന്നെന്ന് കാണിച്ച പള്ളിയാണത്.
അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പൊട്ടിയൊക്കെ അടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അങ്ങനെ ചുണ്ടൊക്കെ കാണിച്ചൊന്ന് ചിരിക്കാമെന്ന് കരുതി. ഈ വളവ് കഴിഞ്ഞ് നേരെ കുറച്ച് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞ മറ്റേ കട. ഇവിടെ 2 കടയുണ്ട്. അതിലൊരെണ്ണം പുതിയതായിട്ട് വന്നതായതുകൊണ്ട് ഞങ്ങളവിടെ കയറിയില്ല. വേറെ സ്ഥലത്താണ് ഞങ്ങൾ കയറാൻ തീരുമാനിച്ചെന്ന് പോയത്. പിന്നെ ഈ വഴി കൂടിയാണ് എല്ലാ ദിവസവും രാത്രി ഞങ്ങൾ നേരത്തെ നടക്കാൻ പോയിരുന്നത്. ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ പോവാണ്. ഞാൻ ഈ കടയിൽ നോക്കട്ടെ, ഇവിടെ പയ്യെ ഫ്രണ്ട് കയറ്റിക്കും. നമ്മൾ ഡെസ്റ്റിനേഷൻ കണ്ടെത്തി. നമ്മ ചാനലാണ് പോണേ. നമ്മ ഇവിടെയാണ് ചാനലാണെന്ന് അറിയില്ല. സോ ഞങ്ങൾ ഏത് കടയിൽ കയറണം എന്ന കൺഫ്യൂഷനിലാണ്. ഇവിടെ കയറണോ ചാലി കയറണോ? ഏട്ടായി നമുക്ക് എവിടെ കയറണം? സേ ഹായ് ടു മൈ വ്ളോഗ്. ലിദിയ സേ ഹായ്. നമ്മളെവിടെയാണ് കയറണ? അങ്ങനെ ഞങ്ങൾ ചാലിലെത്തി. ഇതാണ് ചാല്. ഇവിടെ വന്നിങ്ങനെ ഇരിക്കാൻ നല്ല രസം. ഒരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാൻ അടിപൊളിയാണ്. ഇവിടെ ഒരു വൃത്തികെട്ട പരുത്തുണ്ട്. അതിൻ്റെ കഥ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഇവിടുത്തെ നാട്ടുകാരെ പിടിച്ച് നാട്ടുകാരെ പിടിച്ച് ഞാൻ ജാക്കറ്റ് ഉപേക്ഷിച്ചോ. ഫൗണ്ടേഷനൊക്കെ ഇട്ട് ജാക്കറ്റ് ഒക്കെ ഇട്ട് എൻ്റെ പല്ലേ ലിപ്സ്റ്റിക്കും ഉർവശിന്ന് മേടിച്ച് 30 രൂപയുടെ ഹൂപ്സ് ഇട്ടുണ്ടാണ് ഞാൻ വന്നത്. അതിപ്പോ രാജ്യത്ത് പോയാനെ വന്ന് സമൂസയും കൊത്തിക്കൊണ്ട് പോകണ്ടിരുന്ന മതിയായിരുന്നു. അമ്മയുടെ സമൂസ എൻ്റെ സമൂസ എടുത്ത് ഞാൻ തൻ്റെ അടുത്ത് കൊത്തുന്നു. ഏത് സമൂസ കൊത്തുന്നു അത് അമ്മയുടെ സമൂസയായിട്ട് പ്രഖ്യാപിക്കും. നിങ്ങളെല്ലാം എപ്പോഴും എന്നെ ചായ കുടിക്കാനായിട്ട് ഇവിടെ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടിരുന്നപ്പോഴാണ് ഈ പരുന്ത് അവിടെ നിന്ന് പറന്നു വന്നത്. ജസ്റ്റ് ഒരു നിമിഷം കൊണ്ട് പറന്നു വന്ന് പഴംപൊരി കൊത്തിക്കൊണ്ടുപോയി. ഞാൻ അവിടുത്തെ എൻ്റെ കണ്ണും കൊത്തിക്കൊണ്ടാണ് പോയത്. കാരണം അതിൻ്റെ ചിറക് വന്ന് എൻ്റെ മുഖത്തിട്ടാണ് അടിച്ചു പോയത്. അങ്ങനെ ആയിരുന്നു സംഭവം. ഞാനെങ്ങനെ അമ്മച്ചെന്നോട് പറയണേ, ഞാൻ ഇങ്ങനെ കയറി വെക്കുമെന്ന് എൻ്റെ വീഡിയോസ്. ഞാൻ ഇങ്ങനെ കാണിക്കുന്നു. എല്ലാ വീഡിയോസിന്റെ അത് ക്യാമറ നോക്കുമ്പോഴേ വരുള്ളൂ. ഞങ്ങൾ നോക്കിയാൽ മതിയല്ല. അതെന്താണെന്നോ, നമ്മളായിട്ട് വീഡിയോ എടുക്കൂലേ, അപ്പോഴാ അങ്ങനെ വരണേന്ന്. നമുക്ക് എന്താ രണ്ടും കൂടി ഞങ്ങൾക്ക് ഡെയിലി ഓഫീസിൽ പോകണം. പൊതിഞ്ഞോണ്ട് വരണവള് ഇത് കിട്ടി. നായിന്റെ അടുത്തണ്ട് പോയത്. ഇനി പേര് എടുത്തണ്ട് പോട്ടെ. ഇനി പേര് എടുത്തണ്ട് നമുക്ക് കണ്ടിരിക്കാം. ബാക്കിയൊന്ന് ഇറച്ചിക്കറി സമൂസയിൽ ഫില്ല് ചെയ്താന്നല്ല എനിക്ക് തോന്നി. അങ്ങനെ എന്ത് വേണം. പക്ഷേ അത്യാവശ്യം സ്റ്റഫിങ് ഉണ്ട്. എന്ത് കറി ഉണ്ടാക്കുന്നതിന്റെ വേണം. അത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇന്നലത്തെ ഇറച്ചിക്കറി ഇടായിരിക്കും. ഇന്നലത്തെ ഇറച്ചിക്കറി അവർ എടുത്ത് ആടി അറിയാത്ത പോലെ ഇരിക്കണം. അതിനിടയിൽ കൂടെ നോക്കുന്നു കേട്ടാ. സമൂസക്ക് മാത്രം ശരിയാണ്. എങ്ങനെയുണ്ട് ഈ 4 പിന്നാമ്പുറങ്ങൾ? ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പിന്നാമ്പുറമാണ്? കമൻറ്റ് ബിലോ. അങ്ങനെ നേരെ ചാലിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു പാർക്ക് സെറ്റപ്പ് പോലെ ഉണ്ട്. നീണ്ടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയാണ്. നല്ല രസമാണ്. ഇങ്ങനെ 2 പുകയ്ക്കെടുത്ത് 2 ഇങ്ങനെ ഇങ്ങനെ വന്ന് വായി നോക്കിയൊക്കെ ഇരിക്കാൻ. ഇവിടെ നല്ല അടിപൊളി കാറ്റാണ്. നല്ല അപ്പുറം ഇപ്പുറം സൈഡിൽ വെള്ളമാണ്. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല രസമാണ്. അങ്ങനെ ഇന്നത്തെ ഊരുതണ്ടൽ പരിപാടികളും എല്ലാം അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് വണ്ടി വെച്ച സ്ഥലത്തേക്ക്. ഇവിടെ വന്നിരിക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഇങ്ങനെ ഷോ പോയിട്ടൊക്കെ ഇരിക്കുമ്പോൾ വന്നിരിക്കാനും കുറച്ച് കാറ്റൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒന്ന് ഇതാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, എന്നാലും ഒന്ന് ലൈക്കൊക്കെ അടിച്ച് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തന്നേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേറെ ഏതെങ്കിലും ദിവസം വരുന്നതാണ്. അപ്പോഴത്തേക്കും ബൈ ബൈ ബൈ.